Hello, welcome to the part second of the module fifth of statistical mechanics. In this chapter, we will study about the Planck theory of radiation or the thermodynamics of black body radiation, or otherwise the thermodynamics of black body radiation. സോ നിങ്ങൾക്കറിയാം ഒരു ബ്ലാക്ക് ബോഡി എന്താണ് എന്നുള്ളത്. Black body is a body which actually absorbs all the radiation that comes to it and reflects nothing. Okay, so a black body is a perfect emitter and it emits all the radiations. Okay, so നമുക്ക് ഒരു ബോസ് ഐൻസ്റ്റൈൻ ഗ്യാസിനെ നമ്മൾ ഒരു ബ്ലാക്ക് ബോഡി ക്യാവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻസ് എന്ത് ചെയ്യാം, ഡിറൈവ് ചെയ്യാം. സോ കൺസിഡർ ദാറ്റ് യു ഗോട്ട് a volume, a cavity of volume V which is at a temperature T. Okay, now this can be viewed in two different ways. അപ്പം ഒരു ബ്ലാക്ക് ബോഡി ക്യാവിറ്റിയുടെ ഉള്ളിലുള്ള ഫോട്ടോൺസിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ റിഫ്ലക്ഷനും എല്ലാതും കൂടി നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഫസ്റ്റ് രീതി എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഫോട്ടോൺസ് എന്ന് പറയുന്നത് ഹാർമോണിക് ഓസിലേറ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്കിതിനെ സോൾവ് ചെയ്യാം. ബിക്കോസ് ഇതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് കിട്ടുക ഒരു സിനുസോയിഡലായുള്ള സൊല്യൂഷനാണ് വിച്ച് ഈസ് ആക്ച്വലി ഹാർമോണിക് ഓസിലേറ്റർ സൊല്യൂഷൻ. അപ്പം നമ്മൾ രണ്ട് രീതിയിൽ ഇതിനെ കാണാം. ഫസ്റ്റ് ആസ് എൻ അസംബ്ലി ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ, അതിന് ക്വാണ്ടൈസ്ഡ് ആയുള്ള എനർജിയാണ് വിച്ച് ഈസ് ദിസ് വൺ n+12 h⁻⁴. ശരിയല്ലേ? അതല്ലെങ്കിൽ നമുക്ക് ഇത്ര നേരം നമ്മൾ ചെയ്ത പോലത്തെ a gas of identical and indistinguishable quanta, the so-called photons. The energy of photons being h⁻. Okay, അപ്പം നമുക്ക് ഒരു ബോസ് ഗ്യാസ് ആവാം, അതിലുള്ള ഈ ഓരോ ക്വാണ്ടത്തിനുള്ള എനർജി h⁻ ആവാം. അപ്പോൾ ഐദർ ഹാർമോണിക് ഓസിലേറ്റർ മെത്തേഡ് അല്ലെങ്കിൽ ബോസ് ഐൻസ്റ്റൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് നമുക്ക് തെർമോഡൈനാമിക്സിനെ സോൾവ് ചെയ്യാം ഇതിൻ്റെ. ഓക്കെ, അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ തന്നെ പറയാം, ഹിയർ ദ എനർജി ഓഫ് ഫോട്ടോൺസ് ഈസ് ബിറ്റ്വീൻ 0 to infinity. ആൻഡ് ഫോട്ടോൺസിൻ്റെ കേസിൽ ഫോട്ടോൺ എപ്പം വേണമെങ്കിലും അപ്രത്യക്ഷമാവാം, എപ്പം വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യപ്പെടും ചെയ്യാം, അല്ലേ? നമ്മുടെ ക്യാവിറ്റിയുടെ വാൾസ് അതിനെ അബ്സോർബ് ചെയ്താലും അത് അപ്രത്യക്ഷമാവും. അതുപോലെ ഫോട്ടോൺസ് അവിടുന്ന് പുറത്തേക്ക് എത്താനും സാധ്യതയുണ്ട്. സോ ഫോട്ടോൺസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട എനർജി എന്ന് പറയുന്നതും ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ട എനർജി പറയുന്നത് 0 ആണ്. സോ കെമിക്കൽ പൊട്ടൻഷ്യൽ ഈസ് 0 വിച്ച് മേക്സ് ഫുഗാസിറ്റി z equal to e raised to beta omega equal to 1. കാരണം mu is 0, e raised to beta mu is equal to 1 ആവും. ഫുഗാസിറ്റി ഈക്വൽ ടു 1 ആണ് നമ്മളുടെ ബോസ് ഐൻസ്റ്റൈൻ ഗ്യാസിൽ. ഇതാണ് നമ്മൾ കുറേ മുന്നേ പഠിച്ചത്. ഓക്കെ, അപ്പം ദർ ഈസ് നോ വർക്ക് done to create or destroy, okay, a photon. The photon appears from vacuum and disappear in vacuum. Photons have 2 degree of freedom or 2 types of polarizations. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പോളറൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, സാധാ റേസ് ആണെങ്കിൽ അതൊരു രണ്ട് ടൈപ്പുള്ള പോളറൈസേഷൻ ആണ് നമ്മളുടെ, അല്ലെങ്കിൽ ഫോട്ടോണിന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണുള്ളത്. രണ്ട് ഹാർമോണിക് ടേംസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോട്ടോൺ എനർജിക്ക് ഉണ്ടാവും. അപ്പം അല്ലെങ്കിൽ നമുക്ക് പറയാം അതിന് രണ്ട് പോളറൈസേഷൻ ഉണ്ട് ഓരോ ലൈറ്റ് വേവിനും. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസ് എടുക്കുക വിചാരിക്കുക. എൻ എന്ന് എനർജി എന്ന് പറയുന്നത് E is equal to n+12 h⁻⁻ആണ്. ഇവിടെ ഒമേഗ എസ് എൻ എസ് എന്നുള്ളതായി. ഓക്കെ, പക്ഷേ നമ്മളുടെ മാക്സ് പ്ലാങ്കിൻ്റെ ടൈമിൽ ഈ ഒരു 0 പോയിൻ്റ് എനർജി ഹാഫ് h⁻⁻ കേസ് വന്നിട്ടില്ലായിരുന്നു. സോ ഹി യൂസ്ഡ് എനർജി ഈസ് ഈക്വൽ ടു
n h cut omega s. Okay, so En is equal to nh cut omega. We are leaving the 0 point energy. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഹാർമോണിക് ഓസിലേറ്ററിൽ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുക അതുപോലെ ചെയ്യാം. ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മളുടെ പാർട്ടീഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ ഓൾ ദ സ്റ്റേറ്റ്സ്. അപ്പം സമ്മേഷൻ ഓവർ ഇ റൈസ് ടു മൈനസ് ബീറ്റ എനർജി, ബീറ്റ ഇ എന്നല്ലേ, ഇ ഈസ് എൻ എച്ച് കട്ട് ഒമേഗ. സോ ഇതിന് നമ്മൾ n is equal to 0 1 2 3 ആണ്. സോ വെൻ n equal to 0 you will have e raised to 0 which is 1. പിന്നെ ഇവിടെ e raised to മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗ മൈനസ് 2 ബീറ്റ എച്ച് കട്ട് ഒമേഗ മൈനസ് 3 ബീറ്റ എച്ച് കട്ട് ഒമേഗ അങ്ങനെയാവും നമ്മളുടെ പാർട്ടീഷൻ ഫംഗ്ഷൻ ഉണ്ടാവുക. ശരിയല്ലേ? പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സമ്മേഷൻ ഓവർ ഓൾ സ്റ്റേറ്റ്സ് ആണ്. സോ ദിസ് വിൽ ബി e raised to 0 പ്ലസ് e raised to മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗ പ്ലസ് ഇ റൈസ് ടു മൈനസ് 2 ബീറ്റ എച്ച് കട്ട് ഒമേഗ അങ്ങനെ പോകും. ശരിയല്ലേ? സോ ഇതിൽ ഇ റൈസ് ടു മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗനെ എച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ യു വിൽ ഹാവ് ദിസ് ഇക്വേഷൻ. ശരിയല്ലേ? ഇത് ഏതിൻ്റെ സൊല്യൂഷനാണ്? യു ഹാവ് ബൈനോമിയൽ സീരീസ് 1 മൈനസ് എച്ച് റൈസ് ടു മൈനസ് 1 എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 പ്ലസ് എച്ച് സ്ക്വയർ അല്ലേ? അങ്ങനെ പോകും. അപ്പം ദിസ് ക്യാൻ ബി എച്ച് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് അങ്ങനെ പോകും. അപ്പം 1 മൈനസ് എച്ച് റൈസ് ടു മൈനസ് 1നെ ഇറ്റ് ഈസ് 1 ബൈ 1 മൈനസ് എച്ച് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് എച്ച് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗയാണ്. സോ ദിസ് ഈസ് ദ പാർട്ടീഷൻ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് വൺസ് നമ്മളുടെ പാർട്ടീഷൻ ഫംഗ്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ഫൈൻഡ് ഔട്ട് ദ ആവറേജ് എനർജി u or E bar that is equal to minus dou by dou beta of ln q. Minus dou by dou beta of ln q എന്ന് പറയുമ്പോൾ ln q ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പം വിത്ത് റെസ്പെക്ട് ടു ബീറ്റയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ വേണ്ടത്. ശരിയല്ലേ? അപ്പം ദിസ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ദിസ് വിൽ ബി ലൈക്ക് ദിസ്. മൈനസ് ഡോ ബൈ ഡോ ബീറ്റ ആണ്. മൈനസ് ഇങ്ങോട്ട് പോകുമ്പോൾ 1 ബൈ എന്നുള്ളത് പോവും. സോ ബിക്കോസ് ദിസ് ഈസ് ln. ശരിയല്ലേ? മൈനസ് എന്ന് പറയുമ്പം 1 ബൈനാണല്ലോ നമ്മൾ മൈനസ് എന്നുള്ള ഇത് വെച്ചിട്ട് ലോഗരിതത്തിൽ എഴുതാം. സോ മൈനസ് ഉള്ളോട്ട് പോയി ഡോ ബൈ ഡോ ബീറ്റ ഓഫ് ln ദിസ് ടേം. അപ്പോൾ ഡോ ബൈ ഡോ ബീറ്റ ഓഫ് ln ദിസ് ടൈം എന്ന് വെച്ചാൽ 1 ബൈ എച്ച്. 1 ബൈ എച്ച് എന്ന് പറയുന്നത് ഇത് അതേപോലെ തന്നെ ഇൻറ്റു ഡിഫറൻഷിയേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ. അപ്പോൾ 1 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0, മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകും. എച്ച് കട്ട് ഒമേഗ ഇ റൈസ് ടു മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗ അതാവും ഇക്വേഷൻ. ഇതിൽ നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. ഇ റൈസ് ടു മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗനെ താത്തോട്ടെടുത്താൽ എന്താണ് ദിസ് ഈസ്, അല്ലെങ്കിൽ ഇ റൈസ് ടു മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗനോട് എല്ലാം ഡിവൈഡ് ചെയ്യാം. സോ ഇവിടെ ഇത് ക്യാൻസൽ ആവും, 1 ആവും, മൈനസ് എങ്ങനെ വരിക? ദിസ് ഈസ് എച്ച് കട്ട് ഒമേഗ 1 ബൈ ഇ റൈസ് ടു മൈനസ് ബീറ്റ എച്ച് കട്ട് ഒമേഗ മൈനസ് 1. ശരിയല്ലേ? അപ്പം എച്ച് കട്ട് ഒമേഗ ഡിവൈഡ് ബൈ ഇ റൈസ് ടു മൈനസ് എന്ന് വെച്ചാൽ ഇ റൈസ് ടു ബീറ്റ എച്ച് കട്ട് ഒമേഗ മൈനസ് 1 കിട്ടും. ശരിയല്ലേ? ഇതാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ. പക്ഷെ നമ്മൾ 0 പോയിന്റ് എനർജി കാണുന്നില്ല. അല്ലാതുള്ള എക്സ്പെക്റ്റേഷൻ വാല്യൂ ഈസ് ദിസ് വൺ. The expectation value of energy in a Planck oscillator of frequency omega s without considering the 0 point energy. അടുത്തത് എത്ര മോഡ് ഓഫ് വൈബ്രേഷൻസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ ക്യാവിറ്റി ഉണ്ട്? അതിന് ഫ്രീക്വൻസി റേഞ്ച് പറയുന്നുണ്ട്. ഒരു പ്രത്യേക ഫ്രീക്വൻസി റേഞ്ചിൽ എത്ര നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്പർ ഓഫ് അലൗഡ് മൊമെൻറ്റം സ്റ്റേറ്റ്സ് ബിറ്റ്വീൻ കെ ഡാഷ് ആൻഡ് കെ പ്ലസ് ഡി കെ ഡാഷ് ആണ് നമ്മൾ കാണേണ്ടത്. കാരണം നമ്മൾ ലാംഡയുടെ രീതിയിലാണ് കാണേണ്ടത്. സാധാരണ നമ്മൾ പറയാറ് പിയും പി പ്ലസ് ഡി പിയും ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു? വി ബൈ എച്ച് ക്യൂബ് ഇൻറ്റു 4 പൈ പി സ്ക്വയർ ഡി പി എന്നല്ലേ?
ശരിയല്ലേ? അപ്പോ നമുക്ക് പിയും കെയും തമ്മിലുള്ള ബന്ധം അറിയാലോ. ദിസ് 2 പൈ ബൈ ലാംഡയാണ് എന്ത്? കെ. ശരിയല്ലേ? അപ്പം ലാംഡ എന്ന് പറയുന്നത് എന്താണ്? 2 പൈ ബൈ എച്ച് ബൈ പി. ഇതാണ് ലാംഡ. ശരിയല്ലേ? അപ്പോൾ പി ഈസ് ഈക്വൽ ടു എന്താണ്? കെ എച്ച് ബൈ 2 പൈ. ശരിയല്ലേ? കെ എച്ച് ബൈ 2 പൈ. ശരിയല്ലേ? അപ്പോൾ ഇവിടെ പി കൊടുക്കുക. ഇവിടെ പി പി പിക്ക് പകരം കെൻ്റെ ഇക്വേഷൻ കൊടുക്കുക. സോ യു ജസ്റ്റ് റീപ്ലേസ് പി സ്ക്വയർ വിത്ത് കെ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 2 പൈ സ്ക്വയർ. ശരിയല്ലേ? അതുപോലെ പിക്ക് പകരം എന്ത് കൊടുക്കണം? ഡി പിക്ക് പകരം ഡി കെ കൊടുക്കണം. അപ്പോൾ ഡി പി എന്ന് പറയുന്നത് സോ ഡി കെ ഈസ് 2 പൈ ഡി പി ബൈ എച്ച്. ശരിയല്ലേ? അപ്പം ഇവിടെ എന്തുണ്ടാവും? ഈ ഇക്വേഷൻ ഓൾറെഡി എച്ച് ക്യൂബ് ഉണ്ട്. ഇവിടെ ഒരു എച്ച് സ്ക്വയറും ഒരു എച്ചും ഉണ്ട്. ശരിയല്ലേ? സോ ബോത്ത് വിൽ ബി ക്യാൻസൽഡ്. ശരിയല്ലേ? അപ്പം എച്ച് ക്യൂബും എച്ച് ക്യൂബും തമ്മിൽ ക്യാൻസൽ ആവും അല്ലേ? ഞാൻ എഴുതണ്ടല്ലോ. ദിസ് വിൽ ബി ഡി കെ ഈസ് വാട്ട്? ഡി കെ ഈസ് ഈക്വൽ ടു 2 പൈ ഡി പി ബൈ എച്ച് അല്ലേ? അപ്പോൾ കെയിലേക്ക് മാറ്റുമ്പം ഇതിങ്ങോട്ട് പോകും, 2 പൈ താഴത്ത് വരും. അപ്പോൾ ഒരു എച്ചും ഒരു 2 പൈയും. ഇവിടെ ഒരു എച്ചും എച്ച് സ്ക്വയറും പി സ്ക്വയർ ആകുമ്പോൾ എച്ച് സ്ക്വയറും 2 പൈ സ്ക്വയറും. അങ്ങനെ ആകുമ്പോൾ എച്ച് ക്യൂബും വെട്ടിപ്പോവും. ബാക്കി 2 പൈ ക്യൂബ് അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാവും. ബാക്കി പിക്ക് കെ സ്ക്വയർ വരും. ശരിയല്ലേ? അപ്പോൾ അതാണ് നമ്പർ ഓഫ് അലൗഡ് മൊമെൻറ്റം സ്റ്റേറ്റ്സ്. അതിനോടൊപ്പം നമ്മൾ ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഫോർ ഫോട്ടോൺ എന്ന് പറയുന്നത് 2 ആണ്. അല്ലെങ്കിൽ പോളറൈസേഷൻ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ആ 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ദിസ് കംസ് ഓൺ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓർ ഫോർ ഫോട്ടോൺസ്. അപ്പോൾ ഇത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കെ സ്ക്വയർ എന്ന് പറയുന്നത് 2 പൈ ലാംഡയാണ്. ഇതാക്കുക. സോ ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടേംസ് ഓഫ് ലാംഡ അല്ലേ? 2 പൈ ഇവിടെ ഉണ്ട്, 2 പൈ ക്യൂബ് ഉണ്ട്. അപ്പോൾ ആ ഒരു 2 പൈ ഉണ്ടാവും. ശരിയല്ലേ? പിന്നെ 1 ബൈ ലാംഡ സ്ക്വയർ ഉണ്ട്. ഈ 2 പൈയും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 2 പൈ ക്യൂബ്, ആ 2 പൈ ക്യൂബും വെട്ടിപ്പോവും. സോ 2 ഇൻറ്റു 4 പൈ ഇൻറ്റു 1 ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു ഡി ഓഫ് 1 ബൈ ലാംഡ. ശരിയല്ലേ? അപ്പോൾ ഇത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റൈലേസ് എക്സ്പ്രഷൻ. ശരിയല്ലേ? സോ 2 ഇൻറ്റു ദിസ് ടേം ഇൻറ്റു ഇതിനെ വേണമെങ്കിൽ ന്യൂവിൻ്റെ രീതിയിലേക്ക് ആക്കാം. ഇതിന് ന്യൂവിൻ്റെ രീതിയിലേക്ക് ആക്കാം. കാരണം എന്താണ്? ലാംഡ സി ബൈ ലാംഡയാണ്. ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ അല്ലേ? സോ സിയും അപ്പം ലാംഡ ഈസ് ഈക്വൽ ടു സി ബൈ ന്യൂ ഉണ്ട്. സോ സി ബൈ ന്യൂ 2 പൈ ഓൾറെഡി അവിടെ ഉണ്ട്. സോ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന സാധനമാണ് എന്താണ്? റൈലേസ് എക്സ്പ്രഷൻ. ഓക്കെ. ഇനി നമുക്ക് എനർജി ഡെൻസിറ്റി കാണാം വിത്തിൻ ദിസ് റേഞ്ച് ഒമേഗ ആൻഡ് ഒമേഗ പ്ലസ് ഡി ഒമേഗ. അതിന് വേണ്ടിയിട്ട് ഈ ലിമിറ്റിലുള്ള നമ്പർ ഓഫ് മോഡ്സ് എന്തൊക്കെയാണെന്ന് കാണണം. നമ്പർ ഓഫ് മോഡ്സിൻ്റെ ഇക്വേഷൻ ആണ് ദിസ് വൺ വിച്ച് ഈസ് ദ റൈലേ എക്സ്പ്രഷൻ. അതുപോലെ ഏവറേജ് എനർജി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോഡ്സ് ഇൻറ്റു ഏവറേജ് എനർജി ചെയ്താൽ മതി വിച്ച് ഈസ് ദിസ് ഇക്വേഷൻ. ഓക്കെ. വിത്തിൻ ദിസ് ഫ്രീക്വൻസി റേഞ്ച്. ഇതിനെയാണ് നമ്മൾ പ്ലാങ്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ യു ക്യാൻ ആക്ച്വലി ചേഞ്ച് ഒമേഗ ഇൻറ്റു ലാംഡ അല്ലേ? ലാംഡ ഒമേഗയും തമ്മിലുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഒമേഗ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒമേഗ എന്ന് പറയുന്നത് 2 പൈ ന്യൂ ആണ്. ന്യൂ എന്ന് പറയുന്നത് സി ബൈ ലാംഡയാണ്. സോ യു മേക്ക് ദ സബ്സ്റ്റിറ്റ്യൂഷൻ. ആഫ്റ്റർ ദാറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒമേഗ ക്യൂബിൽ നിന്ന് ഒരു ലാംഡ ക്യൂബ് ഉണ്ടാവും. ഡി ഒമേഗ ചെയ്യുമ്പോൾ എന്താ? ഒമേഗ ഈക്വൽ ടു എച്ച് ന്യൂ ആണ് അല്ലേ? എച്ച് കട്ട് ഒമേഗയാണ്. സോ ഒമേഗ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ഒമേഗ ഈസ് ഓർ let's say omega equal to 2 പൈ ന്യൂ അല്ലേ? അല്ലെങ്കിൽ 2 പൈ സി ബൈ ലാംഡയാണ് ഒമേഗ. സോ ഡി ഒമേഗ എന്ന് പറയുന്നത് മൈനസ് 1 ബൈ ലാംഡ സ്ക്വയറിന് 2 പൈ സി എന്ന് വരും. ശരിയല്ലേ? അപ്പം ആ ലാംഡ ക്യൂബും ലാംഡ സ്ക്വയറും കൂടി ആകുമ്പോൾ ലാംഡ റൈസ് ടു 5 ആവും. പിന്നെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. ഈ സാധനം അതേപോലെ തന്നെ ഉണ്ടാവും.
you have to change d omega into d lambda. Okay, so d omega is equal to 2 pi c ശരിയല്ലേ ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ ശരിയല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ പോസിറ്റീവ് വശം മാത്രം എടുക്കുന്നുള്ളൂ. പോസിറ്റീവ് സൈഡ് നമ്പർ അല്ലേ കാണുന്നത്. അപ്പം പോസിറ്റീവ് മാത്രം എടുക്കുകയാണെങ്കിൽ മൈനസ് ക്യാൻസൽ ചെയ്യാം. യു വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പം ഇതാണ് പ്ലാങ്കിൻ്റെ ഇക്വേഷൻ. അപ്പം നമ്മൾ കണ്ടുപിടിച്ചു പ്ലാങ്കിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ സ്പെക്ട്രം എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം സാധാരണഗതിയിൽ റൈലെ ജീൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ലോവർ ഫ്രീക്വൻസിയിൽ മാത്രം ശരി ഉത്തരം കിട്ടുന്ന ഒരു ഗ്രാഫാണ്. കാരണം എന്താ? ബിക്കോസ് ഒമേഗ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇവിടെ റൈലെ ജീൻ ഇക്വേഷനിൽ യു ന്യൂ ഡി ന്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു ന്യൂ ഒമേഗ സ്ക്വയർ ആണ്. ശരിയല്ലേ? അപ്പം റൈലെ ജീൻ ഇക്വേഷൻ ഗോസ് ടു ഇൻഫിനിറ്റി വെൻ ഒമേഗ ബിക്കംസ് ഹയർ വിച്ച് ഈസ് എ റോങ് കേസ്. ഓക്കെ, അതുകൊണ്ടാണ് ക്ലാസിക്കലി ഈ ഒരു ഇക്വേഷൻ നമുക്ക് പറ്റാഞ്ഞത്. അതേപോലെ നമ്മളുടെ പ്ലാങ്ക് ഇക്വേഷൻ നമ്മളുടെ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ കിട്ടണം എന്ന് വിചാരിക്കാം. ഓക്കെ, വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ലോവർ ഫ്രീക്വൻസിയിൽ ഹയർ ഫ്രീക്വൻസിയിൽ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ വളരെ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പം പക്ഷേ ഈ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനും റൈലെ ജീൻ ഇക്വേഷനും ഒരുമിച്ച് പോവില്ലായിരുന്നു. പക്ഷേ പ്ലാങ്ക് എന്താ ചെയ്തത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാങ്കിൻ്റെ ഇക്വേഷൻ ആക്ച്വലി നിങ്ങളുടെ എന്താ പറയുക എക്സ്പെരിമെൻ്റൽ ഗ്രാഫിൻ്റെ ഏതാണ്ട് അതേപോലെ തന്നെ വന്നു. ഇതിൻ്റെ സ്മോളർ വെൻ ഒമേഗ ഈസ് സ്മോൾ യു വിൽ ഗെറ്റ് റൈലെ ജീൻസ് ഇക്വേഷൻ. ശരിയല്ലേ? ഒമേഗ ഹൈ ആണെങ്കിൽ യു വിൽ ഗെറ്റ് എന്താണ് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ. അതാണ് നമ്മളിവിടെ പറയുന്നത് ഫോർ സ്മോളർ ടെമ്പറേച്ചർ ആൻഡ് ഷോർട്ട് വേവ് ലെങ്ത്. ഷോർട്ട് വേവ് ലെങ്ത് എന്ന് വെച്ചാൽ എന്താ? ഷോർട്ട് വേവ് ലെങ്ത് വെച്ചാൽ ഹയർ ഫ്രീക്വൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഹയർ സൈഡിൽ. ശരിയല്ലേ? അങ്ങനെയാകുമ്പോൾ ഇ റേസ് ടു എച്ച് സി ബൈ ലാംഡ കെ ടി എന്ന് പറയുന്നത് വളരെ വലുതാവും. കാരണം ടി വളരെ സ്മോൾ ആണ്. ശരിയല്ലേ? ടി വളരെ സ്മോൾ ആണ്. അതുപോലെ ലാംഡയും വളരെ സ്മോൾ ആണ്. സോ ദിസ് ടേം വിൽ ബി വെരി ഹൈ. ശരിയല്ലേ? അങ്ങനെയാകുമ്പോൾ യു ലാംഡ ഡി ലാംഡ എന്താണ്? ഈ 1 എന്ന് പറയുന്നതിനെ നമുക്ക് നിഗ്ലക്ട് ചെയ്യാം. ബിക്കോസ് ദിസ് ടേം ഈസ് വെരി ഹൈ. ദിസ് ഈക്വൽ ടു ഈ ടേം ആൻഡ് ദിസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ബീറ്റ ലാംഡ ടി. അപ്പം ഈ ഒരു ഭാഗം നമുക്ക് കൃത്യമായിട്ട് കിട്ടും അറ്റ് ഹയർ ടെമ്പറേച്ചർ. ശരിയല്ലേ? അറ്റ് സ്മോളർ ടെമ്പറേച്ചർ ആൻഡ് ഹയർ ഫ്രീക്വൻസി. ശരിയല്ലേ? ഇതിനാണ് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറയുന്നത്. അതേപോലെ അറ്റ് ഹയർ ടെമ്പറേച്ചർ വേവ് ലെങ്ത് വളരെ വലുതുമാണ് വിചാരിക്കുക. ഈ ടിയും ലാംഡയും വളരെ വലുതാണ്. സോ 1 ബൈ ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ദിസ് ടേം വിൽ ബി ലെസ്സർ ദാൻ 1. അങ്ങനെയാകുമ്പോൾ ഇ റേസ് ടു എച്ച് ന്യൂ ബൈ കെ ടി എന്ന് പറയുന്നത് വളരെ ചെറിയ സംഖ്യയാണ്. ശരിയല്ലേ? അപ്പം അല്ലെങ്കിൽ എച്ച് സി ബൈ ലാംഡ കെ ടി പറയുന്നത് വളരെ ചെറുതാണ്. സോ ദിസ് ക്യാൻ ബി എന്താണ് വലുതാക്കാം. ഇ റേസ് ടു എച്ചിനെ എച്ച് സ്മോൾ ആണെങ്കിൽ 1 പ്ലസ് എച്ച് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്യാം. അതിൽ ആദ്യത്തെ രണ്ട് ടേമിനെ നമ്മൾ എടുത്തു. സോ ദിസ് ഈസ് ഫ്രം ഇ റേസ് ടു എച്ച് ഈക്വൽ ടു 1 പ്ലസ് എച്ച് സ്ക്വയർ ബൈ 2 വെൻ എച്ച് ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം ഇങ്ങനൊരു ഇക്വേഷൻ വന്നു. ശരിയല്ലേ? അപ്പം ഇത് നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് ആ 1ഉം 1ഉം ക്യാൻസൽ ചെയ്തു. എച്ച് സി ബൈ കെ ടി മാത്രമേ ഇവിടെ ഉണ്ടാവൂ. ആൻഡ് വിച്ച് ലീവ്സ് ദ ഇക്വേഷൻ ലൈക്ക് ദിസ്. ശരിയല്ലേ? ഇതാണ് നമ്മളുടെ റൈലെ ജീൻ ലോ. അപ്പോൾ ലോവർ ഫ്രീക്വൻസി റേഞ്ചിൽ റൈലെ ജീൻ ലോയും പ്ലാങ്ക് തരുന്നു. ഹയർ ഫ്രീക്വൻസിയിൽ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റും നമ്മളുടെ പ്ലാങ്ക് ഇക്വേഷൻ തരുന്നുണ്ട്. ദാറ്റ് സോൾവ്സ് ദ ഇഷ്യൂ ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ്. ഇനി നമുക്ക് വേണമെങ്കിൽ എനർജി ഡെൻസിറ്റി കാണാം. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണണമെങ്കിൽ യു ആണ്. ഈ സാധനത്തിൻ്റെ മൊത്തം എൻ്റയർ ഫ്രീക്വൻസി റേഞ്ചിലും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എനർജി ഡെൻസിറ്റി കിട്ടും. ഇതങ്ങ് ചെയ്യാം. ഓക്കെ, സോ ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി ദിസ് ടേം. ഇതിൽ വേണ്ടിയിട്ട് നമുക്ക് ഇ റേസ് ടു എച്ച് ന്യൂ ബൈ കെ ടിനെ എച്ച് എടുക്കാം. സോ യു ഹാവ് യു ഈസ് ഈക്വൽ ടു ദിസ് ഇക്വേഷൻ. ഓക്കെ, കാരണം ഡി ഒമേഗനെ ഞാൻ
എച്ച് കട്ട് ഒമേഗ ബൈ കെ ടീനെ എച്ച് എടുത്താൽ ഡി ഒമേഗ പറയുന്നത് കെ ടി ബൈ എച്ച് കട്ട് ഇൻറ്റു ഡി എച്ച് ആവും. ചേഞ്ച് എവറിത്തിങ് ഇൻ ടേംസ് ഓഫ് എച്ച്. ശരിയല്ലേ? പിന്നെ ഫ്രം 0 to infinity h cube by e raised to h minus 1 dx എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രേഷൻ ആണ്. സോ ദാറ്റ് ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഈസ് പൈ സ്ക്വയർ ബൈ 15. അതങ്ങോട്ട് ഇട്ടുണ്ടെങ്കിൽ you will get u is equal to pi square k raised to 4 t cube. അത് അവിടെ തന്നെ ഉണ്ട്. 50 മാത്രമേ പുതിയ വരുന്നുള്ളൂ. ഇത് രണ്ടും അതേപോലെ തന്നെയാണ്. ശരിയല്ലേ? അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ കിട്ടും. ശരിയല്ലേ? ഇനി നമുക്ക് നമ്മളുടെ തെർമോഡൈനാമിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ ഇക്വേഷൻസ് വഴി പ്രഷർ ഓഫ് ഫോട്ടോൺസ് കാണാം. അപ്പം ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിളിൽ പി വി ബൈ കെ ടി ഈസിക്വൽ ടു എൽ എൻ സീറ്റ എന്ന് വരും. എൽ എൻ സീറ്റ എന്ന് പറയുന്നത് ജി എൽ ഇൻറ്റു ഈ ടേമാണ് നിങ്ങൾക്കറിയാം. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ജി എൽ ഈസ് ഈക്വൽ ടു 2 ആണ്. ബിക്കോസ് ലൈറ്റിന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. അതിട്ടു. ഈ സാധനത്തിനെ നമ്മൾ വലുതാക്കി യു ക്യാൻ എക്സ്പാൻഡ് എൽ എൻ 1 മൈനസ് എച്ചിനെ അത് -1 മൈനസ് എച്ച് സ്ക്വയർ ബൈ 2 ആ ഫാക്ടോറിയൽ അല്ലേ? സോ -1 ഇൻറ്റു ഇ റേസ് ടു എച്ച് റേസ് ടു എൽ ബൈ എൽ എന്ന് വരും. ശരിയല്ലേ? സോ ദിസ് നിങ്ങൾ ഇതേ പ്രോബ്ലം നമ്മൾ അവിടെയും ചെയ്തിട്ടുണ്ട്. യു നീഡ് ടു എക്സ്പാൻഡ് എൽ എൻ 1 മൈനസ് എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു -1 മൈനസ് എച്ച് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ അല്ലേ? അപ്പം നമ്മൾ -1 റേസ് ടു -1 ഉണ്ട്. ഈ മൈനസിനെല്ലാം കൂടി ടേക്ക് കെയർ ചെയ്യാൻ എച്ച് റേസ് ടു എൽ ബൈ എൽ എന്ന് വരും. ശരിയല്ലേ? 2 ഫാക്ടോറിയൽ 2 അങ്ങനെയുള്ളൂ. ശരിയല്ലേ? അപ്പം ഇതാണ് ഈ ഇക്വേഷൻ. ഇതിന്ന് എൽ എൻ സീറ്റ കാണാം. അപ്പോൾ ഇത് സമ്മേഷനാണ്. ഇതിനെ നമ്മൾ എന്താക്കണം? നമ്മൾ ഇൻ്റഗ്രേഷൻ ആക്കണം. ഇൻ്റഗ്രേഷൻ ആകുമ്പോൾ ഒരു ജി പി ഡി പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ജി പി ഡി പി എന്ന് വെച്ചാൽ എന്താ? ദാറ്റ് ഈസ് ഡി ഒമേഗ. ഡി ഒമേഗ എന്ന് പറയുന്നത് 4 പൈ പി സ്ക്വയർ ഡി പി ഇൻറ്റു വി ഡിവൈഡ് ബൈ എച്ച് ക്യൂബ്. ശരിയല്ലേ? ഇൻറ്റു ബാക്കിയുള്ള അതേപോലെ തന്നെ ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ആൻഡ് you take all the constants outside and then you will have this one summation of L raised to 4. അപ്പോൾ ഈ summation of L raised to 4 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആണ്. You will give that value which is pi raised to 4 by 90. അപ്പോൾ ഇതങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? P കിട്ടും. You find P by KT equal to this one and P is equal to അല്ലെങ്കിൽ P proportional to T raised to 4 എന്നുള്ള ഡിപ്പെൻഡൻസ് ഉള്ള അല്ലെങ്കിൽ ഇതാണ് സ്റ്റെഫാൻസ് ബോൾട്സ്മാൻ ലോ എന്ന് പറയുന്ന അല്ലേ? പ്രഷർ എന്ന് പറയുന്നത് റേഡിയേഷൻ പ്രഷർ എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു ടി റൈസ് ടു 4 ആണ്. അതുപോലെ എനർജി ഡെൻസിറ്റിയും കാണാം. എനർജി ഡെൻസിറ്റി പി വി ബൈ കെ ടി അറിയാൻ എൽ എൻ സെഡ് ആണ്. എൽ എൻ സെഡ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. യു ഈസ് നത്തിങ് ബട്ട് മൈനസ് ഡോ ബൈ ഡോ വിറ്റ് ഓഫ് എൽ എൻ സെഡ്. ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടും യു വിനപ്പുറത്തേക്ക് എടുക്കുക 3 ഇൻറ്റു ദിസ് ടേം എന്നുണ്ടാവും. ശരിയല്ലേ? ആൻഡ് ദിസ് ടേം ഈസ് പി. സോ 3p എന്ന് കിട്ടും. ശരിയല്ലേ? അല്ലേ? യു ഈസ് ഇക്വൽ ടു മൈനസ് ഡോ ബീറ്റ ഓഫ് എൽ എൻ സെഡ്. എൽ എൻ സെഡ് ഓൾറെഡി ഉണ്ട് ഇവിടെ. ഇപ്പം ബീറ്റ എന്ന് പറയുന്നത് എന്താ? 1 by kt അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 8 pi raised to 5 v ഇൻറ്റു ഇത് കെ ക്യൂബ് ടി ക്യൂബ് എന്ന് വെച്ചാൽ 1 by ബീറ്റ ക്യൂബ് ആണ്. 45 എച്ച് ക്യൂബ് സി ക്യൂബ് ബീറ്റ ക്യൂബ് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ 3 വരും. സോ ദിസ് ഈസ് ദാറ്റ് 3. ഓക്കെ. 3 ഇൻറ്റു ബാക്കിയുള്ളൊക്കെ അതേപോലെ തന്നെ 8 പൈ സ്ക്വയർ ക്യൂബ് അല്ലേ? ആൻഡ് അങ്ങനെ വരുമ്പം ഇവിടെ കെ ടി 4 വരും അല്ലേ? കെ ടി 4 വരും. സോ ഇൻസ്റ്റെഡ് ഓഫ് കെ ക്യൂബ് ടി ക്യൂബ് ഇവിടെ ബിക്കോസ് 1 ബൈ ബീറ്റ ക്യൂബ് എന്ന് പറയുന്നത് എന്താ? -3 ഇൻറ്റു 1 ബൈ ബീറ്റ റൈസ് ടു 4 ആണ്. സോ ദാറ്റ് ഈസ് 5 K4 ആൻഡ് T4. ആ മൈനസ് ഒഴിവാക്കാം നമുക്ക്. ഈ മൈനസുമായിട്ട് ഈ 3 ഇവിടെ ഉണ്ടാവും. ആൻഡ് യു ബൈ വി ഈസ് ഈക്വൽ ടു നമുക്ക് 3 ഇൻറ്റു ഇത് പ്രഷറിൻ്റെ ഇക്വേഷൻ തന്നെയാണ്.
ശരിയല്ലേ? ബിക്കോസ് യു ക്യാൻ ചെക്ക് പ്രഷർ ഇക്വേഷൻ ഓഫ് പ്രഷർ ആസ് ദിസ് വൺ. ശരിയല്ലേ? അപ്പം യു ബൈ വി ഈസ് ഈക്വൽ ടു 3p ഓർ റേഡിയേഷൻ പ്രഷർ ഈസ് ഈക്വൽ ടു 1/3 എനർജി ഡെൻസിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു റിസൾട്ടാണ്. അപ്പോൾ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ യു ന്യൂ സ്പെക്ട്രൽ ഡെൻസിറ്റിയും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫ്. ഇതാണ് നമ്മളുടെ സ്പെക്ട്രൽ ഇൻറ്റൻസിറ്റിയോ ഡെൻസിറ്റിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള ഗ്രാഫ്. ശരിയല്ലേ? രണ്ടും ഒരേപോലെ തന്നെയാണ്. കാരണം ഒമേഗ ഇങ്ങനെ കൂടുകയാണെങ്കിൽ നമ്മളുടെ ലാംഡ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കൂടുക. ഇത് രണ്ടും തുടക്കവും ഒടുക്കവും ഒരുപോലെ ആയതുകൊണ്ട് ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. പക്ഷെ നമ്മളിതിൽ ഇത് ഓരോ ടെമ്പറേച്ചറിലുള്ള ഗ്രാഫുകളാണ്. ഇത് ലോവർ ടെമ്പറേച്ചർ, ഇത് ഹയർ ടെമ്പറേച്ചർ. ശരിയല്ലേ? ഇപ്പോൾ ലോവർ ടെമ്പറേച്ചറിൽ നമ്മൾ ലാംഡ മാക്സ് എത്രയാണെന്ന് നോക്കി. ശരിയല്ലേ? ഇൻറ്റൻസിറ്റിക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടുന്ന കറസ്പോണ്ടിങ് ഉള്ള വേവ് ലെങ്ത് ആണ് ലാംഡ മാക്സ്. അപ്പം ഹയർ ടെമ്പറേച്ചറിൽ നമുക്ക് മനസ്സിലായി മാക്സിമം വരുന്നത് ലോവർ വേവ് ലെങ്ത്തിലാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറും അതുപോലെ ലാംഡ മാക്സും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. ഫ്രം ദിസ് ഗ്രാഫ് ടെമ്പറേച്ചറും ലാംഡ മാക്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും ഈ ഗ്രാഫിൽ നിന്നും. ലാംഡ മാക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/t. Lambda max into t is equal to a constant. That constant is equal to 3 into 10 raised to minus 3 mk. ഓക്കെ, ഇതും വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ വരുന്ന ഒരു റിലേഷൻ ആണ്. നിങ്ങൾ ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്ലാങ്കിൻ്റെ ഇക്വേഷൻ.